നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ടെമ്പസ്റ്റ് എന്ന കെ-ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ കടലിന്റെ അടിയിൽ കൂടെ ഒരു അന്തർവാഹിനി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കട്ട് ചെയ്താൽ ഒരാൾ കിടന്നുറങ്ങുമ്പോൾ അയാളുടെ ഫോണിലോട്ട് വലിയ ആരോ വിളിക്കും. ഇയാൾ അമേരിക്കയിലെ സെക്രട്ടറിയാണ്, അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. നിങ്ങൾ ഇതൊന്നും അറിയണ്ട, വലിയ ആൾക്കാരാണെന്ന് വിചാരിച്ചാൽ മതി. ഇതിനകത്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയേണ്ട കാര്യമില്ല. എന്തായാലും ആ മനുഷ്യനെ വിളിച്ചിട്ട് ഓപ്പോസിറ്റ് ഫോണിൽ സംസാരിക്കുന്ന ആള് കുറെ ചീത്ത പറയും. എന്നാൽ ഇയാൾക്ക് ഇതെന്താ സംഭവം മനസ്സിലാവത്തില്ല. എനിക്കറിയത്തില്ല സാർ എന്ന് പറയും. സീൻ കട്ട് ചെയ്താൽ 2 മാസത്തിന് മുമ്പുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഈ സെക്രട്ടറി നേരെ നടന്ന് കുറെ അമേരിക്കക്കാര് രാജ്യത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന സ്ഥലത്ത് ചെല്ലും. ഈ അമേരിക്കയിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ഈ കൊറിയക്കാരൻ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റേസിസം ഏറ്റുവാങ്ങുന്നുണ്ട്. ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ഈ അമേരിക്കക്കാര് പറയുന്നത് നോർത്ത് കൊറിയയിൽ ആക്രമണം നടത്തണമെന്നാണ്. അത് ചുമ്മാ ആക്രമണമല്ല, ന്യൂക്ലിയർ ആക്രമണം. എന്നാൽ പുള്ളിക്കാരൻ ഒരു കൊറിയക്കാരനാണ്. സ്വന്തം സമൂഹത്തിന് ദ്രോഹിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇയാൾ ആകെ വിഷമിച്ച് പുള്ളിക്കാരന്റെ ഓഫീസിൽ വന്നിട്ട് എന്തോ ഒരു ലെറ്റർ എഴുതി ഒരു പേനയ്ക്ക് അത് സെറ്റ് ചെയ്യും. ആ പേന ഒരാൾ വന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡിന്റെയിലാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ആ പേനയുടെ കൂട്ടത്തിൽ വേറെ കുറെ ഫയലൊക്കെ ഉണ്ട്. അത് സംശയം തോന്നാതിരിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. ഹീറോയിന്റെ ഹസ്ബൻഡ് നോർത്ത് കൊറിയയിലെ ആളാണ്, അതുപോലെ തന്നെ ഇയാൾ അമേരിക്കയുടെ ആളാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അത് നടത്താൻ പാടില്ല, അത് പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ അമേരിക്ക ചെയ്യാൻ പോകുന്ന വാറിന്റെ കാര്യം ഹീറോയിന്റെ ഹസ്ബൻഡിന് ചോർത്തി കൊടുത്തതാണ്. ആ പേന തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ലെറ്റർ ഉണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് നമ്മളെ കാണിക്കുന്നില്ല കൂടുതലായിട്ടൊന്നും. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇത് വായിച്ചതിന് ശേഷം ഇത് കത്തിച്ച് കളയാ, ഇതിന് റിപ്ലൈ ആയിട്ട് ഇമെയിലിൽ വേണം മെസ്സേജ് അയക്കാനെന്ന്. ഈ പേന കൊടുത്തുവിട്ട സെക്രട്ടറി ഇല്ലേ, പുള്ളിക്കാരനെ മൊത്തത്തില് ട്രാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇയാൾ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പുറത്തിറങ്ങിയ പ്രശ്നമാകും. നിങ്ങൾക്ക് കാര്യം പറഞ്ഞ മനസ്സിലായോ? അതായത് ആ സെക്രട്ടറി കൊറിയക്കാരനാണ്, സ്വന്തം സമൂഹത്തിനെ ദ്രോഹിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക വാർ നടത്താൻ പോകുന്ന കാര്യം നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡിനോട് സഹായം ചോദിച്ചു. ഹസ്ബൻഡ് ആരാണ്? ഇനി പുതിയതായിട്ട് പ്രസിഡന്റ് ആവാൻ പോണ ആളാണ്. അതുകൊണ്ടാണ് അയാളോട് സഹായം ചോദിച്ചത്. അടുത്ത സീനിൽ ഹീറോയിൻ ജോഗിങ്ങിന് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹീറോയിന്റെ സ്വപ്നത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി നമ്മുടെ ഹീറോയിൻ തന്നെയാണ്. ആ ഹീറോയിന്റെ സ്ഥാനത്താണ് ഹീറോ ഉള്ളത്. അത് അവന്റെ സ്വപ്നമാണ്. അവൻ വോയിസ് ഓവർ വഴി പറഞ്ഞ കാര്യമാണ്. കട്ട് ചെയ്താൽ ഹീറോനെ കാണിക്കുകയാണ്. അവൻ ഇറാഖിൽ ഏതോ ഒരു സ്ഥലത്തിരിപ്പുണ്ട്. അവിടുത്തെ ന്യൂസിൽ ഹീറോയിന്റെ പ്രസംഗമാണ് ഓടുന്നത്. ഹീറോയിൻ രാജിവെച്ചില്ലേ അപ്പൊ സംസാരിച്ച കാര്യം. ഹീറോയിൻ റിയൂണിഫിക്കേഷന്റെ കാര്യമാണ് പറയുന്നത്. നോർത്തും സൗത്തും ഒരുമിച്ച് പോകേണ്ട കാര്യമാണ് പറയുന്നത്. ഈ രാജ്യങ്ങൾ തമ്മിൽ ഒത്തുചേർക്കാൻ ഹീറോയിന് താല്പര്യമുണ്ട്. പക്ഷെ കുറെ ആൾക്കാരൊന്നും ഇതിനെ സമ്മതിക്കുന്നില്ല. പക്ഷേ ഇത് ഒത്തുചേർക്കുകയാണെങ്കിൽ നോർത്തിലുള്ള ആൾക്കാർക്ക് ഒരുപാട് ഉപകാരമാവും. സാധാ ജനങ്ങളെ പോലെ അവർക്കും ജീവിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഹീറോയിൻ TV വഴി എല്ലാവരുടെ മുമ്പിലോട്ടും പറയുന്നത്. എന്നാൽ ഇതിനെ എതിർക്കുന്ന കുറെ ആൾക്കാരും ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരും ഉണ്ട്. നോർത്തിലെ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നോർത്തും സൗത്തും ഒന്നാവുകയാണെങ്കിൽ നോർത്തിലുള്ള ആൾക്കാർക്കും സാധാരണ ജനങ്ങളെ പോലെ ജീവിക്കാൻ പറ്റും. അതാണ് ഹീറോയിൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഹീറോ TV വഴി കാണുന്നുണ്ട്. ഇതെല്ലാം 2 മാസം മുമ്പ് നടക്കുന്ന കാര്യമാണ് കേട്ടോ. ഇതൊക്കെ ഓൾറെഡി നടന്നു കഴിഞ്ഞു, നമ്മൾ ഒന്നും കൂടെ കാണിച്ചതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളെ പ്രസന്റിലോട്ട് കൊണ്ടുവരാണ്. ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നേര്, ഇനി നടക്കാൻ പോകുന്ന കാര്യമാണ്. ഹീറോയിൻ ഹസ്ബൻഡിന്റെ മരണശേഷം ആ സെക്യൂരിറ്റി ഗാർഡില്ലേ, ആ ഗാർഡിനെ വന്ന് കാണും. എന്താണ് ഇവിടെ നടക്കുന്നത്, ഹസ്ബൻഡിന് കറക്റ്റായിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കും. ഈ ഹസ്ബൻഡ് മരണത്തിന് മുമ്പ് എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടായിരുന്നു. ആ വാറിന്റെ കാര്യം തന്നെയാണ്, വേറെ ആൾക്കാരെ അറിയാതിരിക്കാനായിട്ട് ഒളിപ്പിച്ചു വെച്ചതാണ്. പിന്നെ വേറെ ഏതൊക്കെയോ ചാരന്മാരായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഹീറോയിനോട് പറയും. എന്നാൽ ഹീറോയിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഹസ്ബൻഡ് ചാരനാണെന്ന് പറഞ്ഞാല്, പക്ഷേ ഹസ്ബൻഡ് ചാരനല്ല, വാറ് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഈ ഹസ്ബൻഡ് ബോഡി ഗാർഡും ഡ്രൈവറും കൂടെ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ കാറിന്റെ പിറകെ ആരോ ഫോളോ ചെയ്തു വരുന്നുണ്ടായിരുന്നു. ഇത് ഹസ്ബൻഡ് മനസ്സിലാക്കിയിട്ട് ബോഡി ഗാർഡിനോട് വേറെ വഴിയിലൂടെ കാർ ഓട്ടി പോകാൻ പറഞ്ഞു. എന്നാൽ ബോഡി ഗാർഡ് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത് ഒരു അണ്ണാൻ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ്. അണ്ണാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സ്ക്യൂറലില്ലേ, അതാണ്. ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് ഹീറോയിന്റെ ഓഫീസിൽ വരും. അവളുടെ വീട്ടിലുള്ള ഓഫീസിൽ, അവളുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്ത ഓഫീസില്ലേ, അത് തന്നെ. അവിടെ വന്നിട്ട് ഒരു ഫാമിലി ആൽബം എടുക്കും. അതിനകത്ത് ഹീറോയിന്റെ ഹസ്ബൻഡ് ബ്രദർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ്. ഹീറോയിനോട് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബ്രദറിനെ പണ്ടൊരു അണ്ണാൻ കടിച്ചു, അതിനുശേഷം അവനെ അണ്ണാനെ എന്നാണ് വിളിക്കുന്നതെന്ന്. അതിനർത്ഥം ഹസ്ബൻഡിനെ അന്ന് ഫോളോ ചെയ്തത് ഏതണ്ണാനാണ്? ചിലപ്പോൾ ബ്രദർ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഹീറോയിന് ബ്രദറിനെയാണ് സംശയം. അവൾ ഈ സംശയം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ ഫോണിലോട്ട് ഒരു കോള് വരും. വിളിച്ചത് കൂട്ടുകാരിയാണ്. നമ്മൾ നേരത്തെ സ്പായിൽ വെച്ചൊരു കൂട്ടുകാരി കണ്ടില്ലേ, ആ കൂട്ടുകാരി തന്നെ. ആ കൂട്ടുകാരി വിളിച്ചിട്ട് ഹീറോയിന്റെ ഹസ്ബൻഡിനെ കൊന്ന സോൾജർ ഇല്ലേ, ആ സോൾജറിന്റെ ഫാമിലിനെ ആരൊക്കെ കറുത്ത കാറിൽ വിളിച്ചോണ്ട് പോകുന്നെന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് ആരാന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. കൂട്ടുകാരി അവരെ ഫോളോ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ വേണ്ടാന്ന് പറയും. കാരണം അവർ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവരെന്തും ചെയ്യാൻ മടിക്കത്തില്ല. പക്ഷേ കൂട്ടുകാരി അത് സാരമില്ല, എനിക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാർ എടുത്ത് അവിടെ നിന്ന് പോകും. ഹീറോയിന് വേണ്ടി എന്തും ചെയ്യാൻ ആ പെൺകുട്ടി തയ്യാറാണ്. ഈ നേരം പള്ളിയിൽ അച്ഛനും ഹീറോയും കൂടെ ആ പള്ളിയിലിരുന്ന് സംസാരിക്കുകയാണ്. ഹീറോ നേരത്തെ ഇറാഖിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നു? അത് 2 മാസം മുമ്പുള്ള കാര്യമാണ്. ഇപ്പൊ ഇത്
പ്രസന്റ് ആണ്, മനസ്സിലായോ? പള്ളിയിലച്ഛൻ ഹീറോനോട് ഹീറോന്റെ മുത്തശ്ശിയുടെ അടുത്ത് പോകാൻ പറയും. മുത്തശ്ശി നോർത്ത് കൊറിയയിലാണ്, അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് മുത്തശ്ശീനെ ചൈനയിലോട്ട് മാറ്റാൻ പറയുന്നുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല, പക്ഷെ അത് അർജന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയും. ഹീറോ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല, പക്ഷെ അങ്ങനെ പോവാതിരുന്ന അത് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. അത് ഈ പള്ളിയിലച്ഛൻ അറിയാം. ഹീറോ പോണേന് മുമ്പ് ഒരു പുണ്യാളന്റെ മാല ഹീറോയ്ക്ക് കഴുത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ഹീറോയെ ആ പുണ്യാളൻ എല്ലാ അപകടത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം ആ കൂട്ടുകാരി അവരെ ഫോളോ ചെയ്ത് നേരെ എയർപോർട്ടിലാണ് വന്നിരിക്കുന്നത്. ആ എയർപോർട്ടിൽ അവരെവിടോട്ടാ പോകുന്നതെന്ന് ഒളിഞ്ഞു നോക്കി നിൽക്കാണ്. അവരെ രാജ്യം കടത്താനുള്ള പദ്ധതിയാണ്. ഇത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പിറകിന്ന് 2 സെക്യൂരിറ്റി വന്ന് ഈ കൂട്ടുകാരിയെ പിടിക്കും. ആ കറുത്ത വണ്ടിയിൽ വന്ന ആൾക്കാർ തന്നെയാണ് എവളെ ഒളിഞ്ഞു നോക്കുന്ന കാര്യം അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എവളെ പിടിക്കും. ഈ എവളെ പിടിച്ച കാര്യം ബ്രദർ ഹീറോയിനെ വിളിച്ച് പറയും. ഇതിന്റെ പിന്നിലെല്ലാം ബ്രദറാണ്. ബ്രദർ ഹീറോയിന്റെ ഹസ്ബൻഡിനെ കൊന്നോന്ന് അറിയാൻ പാടില്ല. ഹസ്ബൻഡിന്റെ ബ്രദർ തന്നെയാണ്. അധികാരത്തിന് വേണ്ടിയാണ് ഈ മോശപ്പെട്ട പാതയിൽ പോകുന്നത്. ഈ ബ്രദർ ഹീറോയിനെ വിളിച്ചത് കൂട്ടുകാരിയുടെ ഫോണിലാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിന് മനസ്സിലായി കൂട്ടുകാരിയുടെ ഫോൺ ബ്രദറിന്റെയിലാണ്, ബ്രദർ കൂട്ടുകാരിയെ തട്ടിക്കൊണ്ടു പോയെന്ന്. ഇത് മനസ്സിലാക്കി ഹീറോയിൻ നേരെ ഈ ബ്രദറിനെ വന്ന് കാണും. ബ്രദറിനോട് എന്തിനാണ് ഹീറോയിന്റെ ഹസ്ബൻഡിനെ ഫോളോ ചെയ്തതെന്ന് ചോദിക്കും. എന്നാൽ ബ്രദറിന്റെ മരണമായിട്ട് ഇവന് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷെ ഇവൻ എന്തൊക്കെയോ അറിയാം. ബ്രദറിന്റെ മരണമായിട്ട് അമേരിക്കയ്ക്ക് പങ്കുണ്ട്. അതെന്താണ് ഇത്രയും വലിയ രാജ്യമൊക്കെ വന്ന് ബ്രദറിന്റെ മരണത്തിൽ പങ്കു ചേർന്നിട്ടുള്ളത്? എന്തായിരിക്കും കാരണം? കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോനെയും അതുപോലെ പള്ളിയിലച്ഛനെയും കാണിക്കുകയാണ്. ഇവര് പിരിയണേന് മുമ്പ് ഒന്ന് വൈൻ കുടിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ. ഹീറോ പോണേന് മുമ്പ് പള്ളിയിലച്ഛനോട് പള്ളിയിലച്ഛന്റെ ബൈബിള് ചോദിക്കും. ആ ബൈബിള് നോക്കി നേർ വഴിക്ക് പോകാനായിട്ട്. ഇവൻ വലിയ ദൈവവിശ്വാസിയൊന്നുമല്ല, എന്നാൽ ബൈബിള് ചോദിക്കും. ഈ ബൈബിളും എടുത്ത് അവൻ നേരെ നോർത്ത് കൊറിയയിൽ പോകാനായിട്ട് ഷിപ്പ് കയറും. അവിടെ ചെന്ന് ഈ ബൈബിള് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു കാർഡുണ്ട്, ആ ഫോൺ നമ്പറും ഉണ്ട്. നേരത്തെ ഇവനൊരു കാർഡ് കിട്ടിയില്ലായിരുന്നു, ഒരു ഫോൺ നമ്പറുള്ള. ഇവൻ വിളിച്ചപ്പോൾ കുറെ ആൾക്കാർ അവനെ തിരക്കി വന്നത് ആ ഒരു ഫോൺ നമ്പർ തന്നെ. ഇവൻ ആകെ ടെൻഷൻ അടിച്ച് പള്ളിയിലച്ഛൻ എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞ് ആ ഒരു ഫോൺ വിളിച്ചിട്ട് തിരിച്ചു പോകും പള്ളിയിലച്ഛനെ തിരക്കിയിട്ട്. വീണ്ടും ഹീറോയിനെ കാണിക്കുകയാണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് ബ്രദർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഹീറോയിന്റെ ഹസ്ബൻഡ് ചാരനാണെന്നൊരു സംശയമുണ്ട്. എന്താ സംഭവം എന്നല്ലേ, ഹീറോ ഓരോ രാജ്യമായിട്ട് ബന്ധമുണ്ട്. അവൻ ഓരോ രാജ്യത്തിന്റെ പൈസ വാങ്ങിച്ചിട്ട് ആ രാജ്യത്തിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കും. ഇപ്പൊ കൊലയാണെങ്കിൽ കൊല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത്. അതുകൊണ്ട് തന്നെ ഹീറോയുമായിട്ട് ഹീറോയിന്റെ ഹസ്ബൻഡിന് ബന്ധമുണ്ട്. അതിനർത്ഥം ഹീറോയിന്റെ ഹസ്ബൻഡ് ചാരനാണെന്നാണ്. പക്ഷേ ഈ ബ്രദർ ഹീറോയിന്റെ ഹസ്ബൻഡിനെ കൊന്നിട്ടില്ല. അതുമല്ല, രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഈ ഹസ്ബൻഡുമായിട്ട്. രാജ്യങ്ങൾ കൂടെ ഇടപെട്ടിട്ടാണ് ഹസ്ബൻഡിനെ കൊന്നേക്കുന്നത്. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. മെയിൻ ആയിട്ട് അമേരിക്ക ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്കെല്ലാം മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഹീറോയിൻ ഇത് കേട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്റെ ഹസ്ബൻഡിനെ എനിക്കറിയാം, അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയും. എന്നാൽ ഈ ബ്രദർ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അടുത്ത് വന്നിട്ട് 24 മണിക്കൂറിനകം ഈ രാജ്യം വിട്ടു പോകണമെന്ന് പറയും. ഇല്ലെങ്കിൽ കൂട്ടുകാരിയെ കൊന്നു കളയുമെന്ന്. ഇവന് പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കണം. ഹീറോയിൻ ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അതുകൊണ്ടാണ് ഹീറോയിനെ പറഞ്ഞു വിടാനുള്ള പ്ലാൻ ഇടുന്നത്. പക്ഷെ അവൻ ബ്രദറിനെ കൊന്നിട്ടില്ല. ഇപ്പൊ കൂട്ടുകാരിയെ വെറുതെ വിടണമെങ്കിൽ ഹീറോയിനും കൂട്ടുകാരിയും ഈ രാജ്യം വിട്ട് തന്നെ ഇവിടെ നിന്ന് പോകണം. എന്നാലേ ഇവന്റെ പ്ലാനൊക്കെ നടക്കത്തുള്ളൂ. ഇവന് പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കാൻ പറ്റത്തുള്ളൂ. ഹീറോയിൻ കൂട്ടുകാരിക്ക് വേണ്ടി അത് സമ്മതിക്കും. പക്ഷെ ആദ്യം തന്നെ കൂട്ടുകാരി ഒന്ന് വിളിച്ചു തരണം. കൂട്ടുകാരി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ കൂട്ടുകാരി ഫോൺ വിളിക്കും. കൂട്ടുകാരിക്ക് കുഴപ്പമൊന്നുമില്ല, കൂട്ടുകാരി ജീവനോട് തന്നെ ഉണ്ട്. എമ്മാരുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കല്ലേ എന്ന് കൂട്ടുകാരി ഹീറോയിനോട് പറയും. പക്ഷെ ഹീറോയിൻ അതൊന്നും സാരമില്ല, തൽക്കാലത്തേക്ക് നമുക്ക് രക്ഷപ്പെട്ടു പോവാന്ന് കൂട്ടുകാരിയോട് പറയും. ഈ ബ്രദറിനെയും കണ്ട് നേരെ പള്ളിയിലച്ഛനെ ചെന്ന് കാണണം. വേറൊന്നുമല്ല, ഇവൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്. കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്നെ പിന്നെയൊന്ന് കുത്തുമല്ലേ. അതുകൊണ്ട് തന്നെ പള്ളിയിലച്ഛനെ കണ്ട് സങ്കടങ്ങൾ പറയാന്ന് വിചാരിച്ച് പള്ളിയിലച്ഛന്റെ റൂമിന്റെ അവിടെ ചെല്ലും. തുറന്നകത്ത് കയറുമ്പോൾ അവിടെ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഒരു സൈഡിൽ പള്ളിയിലച്ഛൻ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. ഇനി മരിച്ചോന്ന് അറിയാൻ പാടില്ല, പക്ഷെ ബ്ലഡ് ഒന്നുമില്ല. ഇത് കണ്ട് ഹീറോയിൻ നിലവിളിക്കാൻ പോകുമ്പോൾ ആരോ ഹീറോയിന്റെ വാ പൊത്തിപ്പിടിക്കും. പിടിച്ചത് വേറെ ആരുമല്ല, ഹീറോയാണ്. മിണ്ടല്ലേ, അലറിയ അവന്മാര് വന്ന് കൊന്നു കളയുമെന്ന് പറയും. അവൻ കൈയെടുത്ത് മാറ്റുമ്പോൾ ഹീറോയിൻ അലറത്തില്ല. ഹീറോ പറഞ്ഞതല്ലേ. ഹീറോ അല്ല കേട്ടോ പള്ളിയിലച്ഛനെ കൊന്നത്, വേറെ ആരും കണ്ടാണ്. ഹീറോ ഇല്ലാത്ത സമയം പള്ളിയിലച്ഛനെ ആരോ വന്ന് കൊന്നിട്ടുണ്ട്. അവർ ഈ പള്ളിയിലച്ഛനെ വെച്ച് എന്തോ അന്വേഷിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. അവർക്ക് എന്തോ ആവശ്യമുണ്ട്. ഇപ്പൊ ഹീറോയിനോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് വരും. ഇവരെ കൊല്ലാനായിട്ട് വന്ന ആള് തന്നെയാണ്. അയാളുടെ കയ്യിൽ മൂർച്ചയുള്ള എന്തോ ആയുധമുണ്ട്. ഹീറോയിനെ പതിയെ പള്ളിയിലച്ഛന്റെ കൂടെ ആ റൂമിലിട്ട് അടയ്ക്കും. ഇനി അവൻ വന്നിട്ട് ഹീറോയിനെ വല്ലതും ചെയ്താലോ. അത് കഴിഞ്ഞിട്ട് ഹീറോയും അവനുമായിട്ട് ഫൈറ്റ് ആണ്. രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ. പക്ഷെ ഹീറോ ഇത്തിരി കൂടെ മുൻപന്തിയിലാണ്. ഹീറോ പ്രൊഫഷണൽ ആണ്. മറ്റോന്റെ നിന്നും കുറെ അടി വാങ്ങുന്നുണ്ട്. ഹീറോയിൻ കുറെ അടി വാങ്ങുന്നുണ്ട്. അടിയായി അവസാനം അവന്റെ ജനലിന് ചേർത്തിട്ട് ഡെസ്ക് ചേർത്തിട്ട് അവനെ ചവിട്ടാൻ തുടങ്ങും. ഈ അടിയുടെ ഇടയിൽ ജനലൊക്കെ പൊട്ടുന്നുണ്ട്. അടി നടക്കുമ്പോൾ തന്നെ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് കുറെ ആൾക്കാർ പള്ളിയിലച്ഛനെ തിരക്കി വന്നിട്ടുണ്ട്. പള്ളിയിലച്ഛൻ എന്തെങ്കിലും പറ്റുമെന്ന് അറിയാനായിട്ട്. ഇത് കേട്ട ഉടനെ ഈ കൊലയാളി അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടു പോകും. ഹീറോയിനും അകത്ത് ഒറ്റയ്ക്കാവും. മറ്റവന്മാർക്ക് കഥക്ക് തുറക്കാൻ പറ്റുന്നില്ല, കാരണം അത് പൂട്ടിയൊക്കെയാണ്. അവന്മാര് താക്കോൽ എടുക്കാൻ പോയ സമയത്ത് ഹീറോയിന്റെ അടുത്ത് ചെല്ലും. ഹീറോയിനോട് നിങ്ങളെ വരുന്ന ആൾക്കാർ വന്ന് രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു അലമാര തുറന്നിട്ട് അതെങ്ങനെയൊക്കെയോ കൺട്രോൾ ചെയ്ത് വേറൊരു ഡോറ് അവിടെ തുറക്കും. ആ അലമാര വഴി ഒരു സീക്രട്ട് ടണലുണ്ട്. അതിന്റെ അകത്തോട്ട് ഹീറോ കയറി പോകും. എന്നാൽ ഹീറോയിൻ വിളിച്ചിട്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഹീറോയിനെയും ആ ടണലിൽ കയറ്റും. ഹീറോയിൻ
ഹീറോയും കൂടെ ആ ടണലിൽ കയറിയിട്ട് അലമാര അടച്ച് അവിടെ നിന്ന് പോകും. വേറെ ആരും കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഒരു ടണൽ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് അത് അടച്ചത്. പിന്നെ പള്ളിയിലച്ചൻ ബോധമില്ലാതെ കിടന്നതല്ല, അയാൾ ആരോ കുത്തി കൊന്നിട്ടുണ്ട്. സാധാരണ രീതിയിലല്ല കൊന്നേക്കുന്നത്. വിഷമുള്ള കത്തിയോ പേനോ എന്തോ കയ്യിൽ കുത്തി ഇറക്കിയിട്ടാണ് ആ വിഷം ദേഹത്ത് ബാധിച്ചിട്ട് പുള്ളിക്കാരൻ മരിച്ചുപോയത്. അപ്പൊ ഇത് സാധാരണക്കാരും അല്ല പള്ളിയിലച്ചനെ കൊന്നത്. ഏതോ അടിപൊളിയായിട്ട് പ്രൊഫഷണൽ ആയിട്ട് പഠിച്ച ആൾക്കാരാണ്. കൊലപാതകം ചെയ്യാനായിട്ട് പഠിക്കത്തില്ലേ സീരിയൽ കില്ലേഴ്സ്, അവരെ പോലുള്ള ആൾക്കാരാണ്. കട്ട് ചെയ്താൽ ഹസ്ബൻഡിന്റെ അമ്മേനെയാണ് കാണിക്കുന്നത്. അമ്മ ഒരാളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇയാൾക്ക് ഈ അമ്മയുടെ കുടുംബക്കാർ കുറെ അധികം സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവര് പൊളിറ്റിക്കലായിട്ടും പണത്തിന്റെ കാര്യത്തിലും മുൻപോട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പണമായിട്ടും പവറായിട്ടും കുറെ അധികം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചൊരു ഉപകാരമായിട്ട് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താന്ന് ചോദിക്കും. ഹസ്ബൻഡിനെ ആരാണ് കൊന്നത്, ഹസ്ബൻഡിന് ഇതുമായിട്ട് എന്താണ് ബന്ധമുള്ളതെന്ന്. എന്നാൽ അയാൾക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല. പക്ഷേ ഹസ്ബൻഡ് ചാരനാണെന്ന് അമ്മയോട് പറയുന്നുണ്ട്. അതുമല്ല, ഈ ഹസ്ബൻഡ് ചാരനാണെന്ന് പറയാൻ കാരണം നമ്മുടെ ഹീറോയുമായിട്ട് ഹസ്ബൻഡിന് കണക്ഷൻ ഉണ്ട്. ഹീറോ കുറെ രാജ്യങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ള ആളല്ലേ. എല്ലാ രാജ്യത്തിനു വേണ്ടി പൈസ വാങ്ങിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതുകൊണ്ടാണ് ഹീറോയായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഹസ്ബൻഡ് ചാരനാണെന്ന് ഇവരെല്ലാരും പറയുന്നത്. അമ്മയ്ക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടുത്ത പ്രസിഡന്റ് ആവാൻ പോണ മനുഷ്യനാണ് ചാരനാണെന്ന് പറഞ്ഞ് അവര് വിശ്വസിക്കൂ? ഒരിക്കലും ഇല്ല. വീണ്ടും ഹീറോയിനെയും കാണിക്കുകയാണെങ്കിൽ അവർ ആ ടണല് വഴി താഴോട്ടിറങ്ങി വരുന്നുണ്ട്. ഈ ടണൽ എന്ന് പറഞ്ഞാൽ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും കണക്ട് ചെയ്യുന്ന ടണലാണ്. അതിനെ പറയുന്നതാണ് കാറ്റകോംസ്. കൂടുതലൊന്നും അറിയണ്ട, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ഈ സീരീസ് ഇച്ചിരി തല കറക്കുന്നുണ്ട്. മീൻസ് ഇത് കുറെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വശങ്ങളുണ്ട്. എനിക്ക് പൊളിറ്റിക്കലായിട്ട് വലിയ വിവരം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്നെ നന്നായിട്ട് തല ഇറക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇതിനകത്തോട്ട് ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി വലുതായിട്ട് പഠിച്ചിട്ടില്ല. അതാണ്. എന്തായാലും ഹീറോയിൻ അവന്റെ പിറകെ തന്നെ ഫോളോ ചെയ്തു പോകും. ഹീറോയിൻ പോകുന്ന വഴിക്ക് ഓരോ സംശയങ്ങൾ ചോദിക്കും. ഇനി എവനാണെങ്കിലും ഇതിന്റെ എല്ലാം പിന്നില്. പക്ഷെ ഹീറോയ്ക്ക് ഉറപ്പാണ് ഹീറോയിൻ അങ്ങനെ ഒരിക്കലും വിചാരിക്കത്തില്ല എന്ന്. അവൾ അടുത്ത് വന്നിട്ട്, എന്നാ പിന്നെ നീ എന്തിനാണ് എന്റെ പിറകെ ഫോളോ ചെയ്ത് വന്നത്? ഞാൻ അപകടകാരിയാണെങ്കിൽ ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ലേ? അതിനർത്ഥം ഹീറോയെ വിശ്വാസമാണ്. അതുകൊണ്ടല്ലേ അവള് ഈ ടണലിൽ ഒറ്റയ്ക്ക് അവന്റെ കൂടെ ഇറങ്ങി വന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഒരു റൂമിൽ വരും. ഈ ടണലിൽ തന്നെയുള്ള ഒരു റൂമിൽ വരും. അവിടെ വരുമ്പോൾ കുറെ അധികം വൈൻ ബോട്ടിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. ആ വൈൻ ബോട്ടിൽ ഒരെണ്ണം എടുത്തിട്ട് ഹീറോ കമത്തി കളയും. ആ ബോട്ടിലിന്റെ അകത്ത് ഒരു പേന ഇരിപ്പുണ്ട്. ഏത് പേനയാന്ന് മനസ്സിലായോ? ആ സെക്രട്ടറി ഇല്ലേ, അസിസ്റ്റന്റ് സെക്രട്ടറി ഹീറോയിന്റെ ഹസ്ബൻഡിന് കൊണ്ടു കൊടുത്ത ആ പേന എടുത്തിട്ട് ഇവർ രണ്ടുപേരും കൂടെ അതിൽ നിന്ന് ആ പേപ്പർ എടുത്ത് വായിച്ചു നോക്കും എന്താ സംഭവം എന്ന്. ഇവര് വായിച്ചു നോക്കുമ്പോഴാണ് നമുക്കും കാര്യം മനസ്സിലാവുന്നത്. നോർത്ത് കൊറിയയിൽ അമേരിക്ക ആക്രമണം നടത്താൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ കുറെ അധികം പാവപ്പെട്ട ആൾക്കാർ ജീവൻ തുനിയേണ്ടി വരും. കുറെ ആൾക്കാർ, രാജ്യങ്ങൾ തമ്മിലുള്ള ഫൈറ്റിൽ ആരൊക്കെയാണ് ജീവൻ കളയേണ്ടി വരുന്നത്? സാധാരണപ്പെട്ട ജനങ്ങളല്ലേ. അത് നടക്കാൻ പാടില്ല എന്ന് ആ സെക്രട്ടറിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹസ്ബൻഡിനോട് സഹായം ചോദിച്ചത്. അതുമല്ല, ആ സെക്രട്ടറിയുടെ ഫോണും ലാപ്ടോപ്പും ഇമെയിലും എല്ലാം ഹാക്ക്ഡ് ആണ്. അയാൾ എന്ത് ചെയ്താലും ആൾക്കാർ അറിയും. അതുകൊണ്ടാണ് പേന വഴി ഇങ്ങനെ ലെറ്റർ എഴുതി ഹസ്ബൻഡിന്റെ കൊടുത്തത്. ഇനി ഇതിനുള്ള റിപ്ലൈ ഹസ്ബൻഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ ഉണ്ട്. അത് ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുവഴിയായിരിക്കും കൊടുക്കാൻ പോകുന്നത്. അതുമല്ല, ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഈ പേപ്പർ കത്തിച്ച് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹസ്ബൻഡ് അത് കത്തിച്ച് കളഞ്ഞിട്ടില്ല. എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. ഇനി കത്തിക്കാൻ സമയം കിട്ടിയില്ലെന്നും അറിയാൻ പാടില്ല. പക്ഷേ ഹസ്ബൻഡ് ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടതല്ലേ? ഇപ്പോഴാണ് നമ്മൾ ഒരു കാര്യം കാണിക്കുന്നത്. വീണ്ടും 2 മാസം മുമ്പ് നടന്ന കാര്യമാണ് കാണിക്കുന്നത്. ഈ കടല് വഴി ഇടയ്ക്കൊരു അന്തർവാഹിനി പോകുന്നില്ലേ, അതിനകത്ത് ന്യൂക്ലിയർ ബോംബാണ്. അത് നോർത്ത് കൊറിയയുടെ അന്തർവാഹിനിയാണ്. അത് അമേരിക്കയുടെ സൈഡിൽ കൂടാണ് പോകുന്നത്. ഈ അന്തർവാഹിനി വിചാരിച്ചാൽ മണ്ടയിലോട്ട് ന്യൂക്ലിയർ ബോംബ് പറഞ്ഞു വിടാൻ പറ്റും. ഇത് നേരെ ചെന്ന് പതിക്കാൻ പോകുന്നത് അമേരിക്കയിലാണ്. ഈ നോർത്ത് കൊറിയ അമേരിക്കനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അമേരിക്കനെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് നോർത്ത് കൊറിയനെ തിരിച്ച് അമേരിക്ക ആക്രമിക്കുമെന്ന് പറയുന്നത്. ഇപ്പൊ അമേരിക്ക 2 മാസം മുമ്പ് അമേരിക്ക ഈ അന്തർവാഹിനി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ വലിപ്പം കണ്ടാൽ തന്നെ അറിയാം അമേരിക്കനെ ഇത് നശിപ്പിക്കാൻ കെൽപ്പുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ പൊളിറ്റീഷ്യന്മാരെല്ലാരും പേടിക്കും, ഇനി ഇതുവല്ലം നടന്നാലോ. അങ്ങനെയാണ് ആ സെക്രട്ടറിക്ക് രാത്രി കോള് വിളിച്ചത്. ഈ സെക്രട്ടറി നോർത്ത് കൊറിയ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവരുടെ അത്രയും പൈസ ഇല്ല ന്യൂക്ലിയർ വെപ്പണൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ളത്. അങ്ങനെയാണ് ഇയാള് പറഞ്ഞത്. പക്ഷെ ഇയാള് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നടന്നത്. വലിയൊരു അന്തർവാഹിനി തന്നെ ഉണ്ട് ന്യൂക്ലിയർ ബോംബ് ഫിറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇയാള് ചതിച്ചോന്ന് അമേരിക്കയ്ക്ക് ഒരു പേടിയുണ്ട്, ഇയാള് ചതിച്ചോന്ന്. അതുകൊണ്ട് അയാളെ വിളിച്ച് അന്ന് ചീത്ത പറഞ്ഞത്. ഇയാൾക്കൊന്നും അറിയാൻ പാടില്ല എന്ന് ഇയാൾ തിരിച്ച് മറുപടി പറഞ്ഞത്. ആര്? നമ്മുടെ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, അമേരിക്കയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി. ഈ വിവരം എല്ലാം അറിഞ്ഞ എന്താ ചെയ്യാ, അമേരിക്ക എല്ലാം കൂടെ ഒരു കൂട്ടായ്മ വിളിച്ചു കൂട്ടി. ആ കൂട്ടായ്മയിൽ തന്നെ ഈ കൊറിയൻ സെക്രട്ടറിയും വന്ന് കയറി. കൊറിയയിലെ സെക്രട്ടറി അല്ല, പുള്ളിക്കാരൻ കൊറിയൻ ആണെങ്കിലും അമേരിക്കയിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ആണ്. ഇവർ ഇവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം അമേരിക്കക്കാര് നോർത്ത് കൊറിയനെ തിരിച്ച് ആക്രമിക്കാനായിട്ട്, അവരുടെ ബേസ് എല്ലാം ആക്രമിക്കാനായിട്ട്. അത് ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? കുറെ അധികം സാധാരണ ജനങ്ങൾ മരിച്ചു പോകും. ഇത്രയും ജനങ്ങളെ ത്യാഗം ചെയ്യാനായിട്ട് ഈ മനുഷ്യൻ തയ്യാറല്ല. സ്വന്തം സഹോദരങ്ങളെ പോലെ കാണുന്ന ജനങ്ങളാണ്. മീൻസ് എന്താ പറയാ, അവരുടെ കൂട്ടമാണ്. ഒരു കൊറിയക്കാരന് മറ്റു കൊറിയക്കാരന് ഒറ്റ കൊടുക്കാൻ പറ്റുമോ? എനിക്കറിയില്ല, പറ്റത്തില്ലായിരിക്കും. എന്തായാലും ഇയാൾ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. അയാൾക്ക് ഒറ്റ കൊടുക്കാൻ മനസ്സില്ല. കൂട്ടായ്മ കഴിഞ്ഞിട്ട് ഈ സെക്രട്ടറി അമേരിക്കയിലെ വലിയൊരു പൊളിറ്റീഷ്യനോട് പറയും, നോർത്ത് കൊറിയ ഒരിക്കലും ആക്രമിക്കത്തില്ല, അവരെ തിരിച്ച് ആക്രമിക്കേണ്ട കാര്യമില്ല, സാധാരണ ജനങ്ങളുടെ ജീവനല്ലേ
എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ ആ പൊളിറ്റീഷ്യൻ ഇത് കേൾക്കാൻ തയ്യാറല്ല. ഇയാള് ആ കോൺഫറൻസ് ഹാളിൽ കയറിപ്പോവും. പക്ഷേ ഈ സെക്രട്ടറിനെ കയറ്റുന്നില്ല. കാരണം ഇയാൾ ചാരനാണെങ്കിലോ ആ റേസിസം ഇവിടെ വർക്കാവുന്നുണ്ട്. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം വല്ലോ, ഇവര് ഡിസ്കസ് ചെയ്യുന്ന കാര്യം വല്ലോ ഈ കൊറിയക്കാരൻ നോർത്ത് കൊറിയയ്ക്ക് സൗത്ത് കൊറിയയ്ക്ക് പറഞ്ഞു കൊടുത്താലോ. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാർ ഇയാൾ അവരുടെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. വലിയൊരു റേസിസം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ആ വിഷമത്തിലാണ് ഇയാൾ അന്ന് പുറത്തിറങ്ങി നമ്മുടെ ഹീറോയ്ക്ക് പേന വഴി ലെറ്റർ അയച്ചത്. അമേരിക്ക ഇങ്ങനെ ഒരു യുദ്ധം നടത്താൻ പോവാണെന്ന്. വെറും യുദ്ധമല്ല, ന്യൂക്ലിയർ യുദ്ധമാണ്. ഈ ന്യൂക്ലിയർ ബോംബിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് ചെറുതായിട്ടൊന്ന് പോയി വീണാൽ മതി, ആ ചുറ്റുമുള്ള ഭാഗം എല്ലാം നശിച്ചു പോകും. അത്രയും പവർഫുൾ ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിനും വായിക്കും. അന്ന് അയച്ച ലെറ്റർ ഇപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ അർത്ഥം മനസ്സിലായത്. ഹീറോയിനും വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഹസ്ബൻഡ് ഒരിക്കലും യുദ്ധം നടത്താനോ അല്ലെങ്കിൽ ചാരനായിട്ടോ വർക്ക് ചെയ്തതല്ല. ഈ നോർത്ത് കൊറിയയും അമേരിക്കയായിട്ടുള്ള യുദ്ധം നിർത്താനാണ് ഈ ഹസ്ബൻഡ് ശ്രമിച്ചത്. ഈ യുദ്ധം നിർത്താൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ ഹസ്ബൻഡിനെ ആൾക്കാർ കൊന്നു കളഞ്ഞു. അതാണ് നടന്നത്. ഇനി ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും രഹസ്യം ഉണ്ടോ എന്ന് അറിയത്തില്ല. ഹീറോയിൻ ഇതിന് പ്രതികാരം ചോദിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. എന്ന് വെച്ചാൽ യുദ്ധം നടക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ, അല്ലെങ്കിൽ നോർത്ത് കൊറിയ മൊത്തത്തിൽ നശിച്ചു പോകും. ഹീറോയിനോട് ഹീറോ ചോദിക്കും, ഇത് ഉറപ്പാണോ, നീ ഇത് തീരുമാനിച്ചിട്ടാണോ? കുറെ അധികം ആൾക്കാർ നിന്നെ ഉപദ്രവിക്കാനായിട്ട് വരുമെന്ന്. എന്നാൽ ഹീറോയിൻ ഉറപ്പിച്ച് തന്നെ പറയാണ് അവളെ കൊണ്ട് കഴിയും, അവൾ എന്തായാലും ഈ യുദ്ധം സ്റ്റോപ്പ് ചെയ്യുമെന്ന്. പിന്നീട് ഹീറോയിനും കൂടെ ആ ബങ്കർ വഴി ഏതൊരു കാട്ടിൽ പുറത്തിറങ്ങും. ഇത് കണക്റ്റഡ് ആണ്, പള്ളി വഴി പുറത്തിറങ്ങാൻ പറ്റും. ഹീറോയിനും നടന്നു പോകുമ്പോൾ ഹീറോ പള്ളിയിലച്ഛൻ ഒരു മാല കൊടുത്തില്ലേ, ഒരു പുണ്യാളന്റെ മാല. അവൻ ആ പുണ്യാളൻ എല്ലാത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ പുണ്യാളന്റെ മാല ഊരി ഹീറോയിന്റെ കഴുത്തിലിട്ട് കൊടുക്കും. ഹീറോയിൻ അത് നിരസിക്കുന്നൊന്നുമില്ല, ഒന്നും മിണ്ടുന്നില്ല. അതും കഴുത്തിലിട്ടിട്ട് അവിടെ നിന്ന് മാറിപ്പോകും. ഇവർ തമ്മിൽ ചെറിയൊരു കെമിസ്ട്രി ഉണ്ട്. ഹീറോയിൻ നേരെ ചെല്ലുന്നത് സൗത്ത് കൊറിയൻ പ്രസിഡന്റിന്റെ അടുത്താണ്. ഇവരെല്ലാം ഇപ്പൊ സൗത്ത് കൊറിയയിലാണോ കേട്ടോ. പിന്നെ ഹീറോയിൻ രാജിവെച്ചത് എന്തിനാണെന്ന് അറിയാമോ? ഹീറോയിന്റെ ഹസ്ബൻഡിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, പാർട്ടി പ്രചാരണത്തിന് വേണ്ടിയിട്ട്. അടുത്ത പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കാൻ പോയില്ലേ, അതുകൊണ്ട് തന്നെ കുറെ അധികം സഹായങ്ങൾ ആവശ്യമാണ്. ഹസ്ബൻഡിന്റെ കൂടെ തന്നെ എപ്പോഴും വേണം ഒരു സഹായമായിട്ട്, അതിപ്പോ മാനസികമായിട്ടും അല്ലാതെ. അതുകൊണ്ടാണ് അവള് ജോലി രാജിവെച്ചിട്ട് തിരിച്ചു വന്നത്. ഇപ്പൊ ഹീറോയിൻ ഇവിടെ വന്നിട്ട് പ്രസിഡന്റിന്റെ വീട്ടിന്റെ പുറത്ത് വന്നിട്ട് പ്രസിഡന്റിനെ കാണണമെന്ന് പറയും. എന്നാൽ പ്രസിഡന്റ് ഇപ്പൊ ഏതൊരു മീറ്റിംഗിന് പോവാണ്, അതുകൊണ്ട് തന്നെ കാണാൻ പറ്റത്തില്ല എന്ന് അവിടുത്തെ ഒഫീഷ്യൽസ് പറയും. എവളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും കുറെ അധികം കാർ പുറത്തോട്ട് പോകുന്നത്. അതിലൊരു കാറിൽ പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റ് ഹീറോയിനെ കാണും, കാർ നിർത്തി ഡോറ് തുറന്നു കൊടുക്കും. ഹീറോയിൻ ഓടിപ്പോയി കാറിൽ കയറും. പ്രസിഡന്റിന്റെ കൂടെ തന്നെ കാറിൽ പോകുമ്പോൾ ആ ലെറ്ററിന്റെ കാര്യം എടുത്ത് ഈ പ്രസിഡന്റിന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പ്രസിഡന്റിനോട് കാര്യം പറയും, ഇങ്ങനെ ഒരു യുദ്ധം നടക്കാൻ പോവാണ്, അത് തടയാൻ നോക്കിയപ്പോഴാണ് ഹസ്ബൻഡിനെ കൊന്നു കളഞ്ഞതെന്ന്. ഈ പേപ്പർ എടുത്ത് കാണിച്ചപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരു സിഗരറ്റ് വലിച്ചിട്ട് ഈ പേപ്പർ എടുത്ത് കത്തിച്ചു കളയും. ഹീറോയിൻ അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇതൊരു എവിഡൻസ് ആണ്. ഇപ്പൊ ഇവരെന്തിനാ ഇത് കത്തിച്ചു കളഞ്ഞെന്നല്ലേ? ഇവർക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു ഈ യുദ്ധത്തിന്റെ കാര്യമൊക്കെ. ഹസ്ബൻഡിനെ കൊല്ലാനായിട്ട് അമേരിക്കക്കാർ കൂട്ടുനിപ്പുണ്ടായിരുന്നെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മുതലെടുത്തുകൊണ്ട് തന്നെ അമേരിക്കയായിട്ട് കൂട്ടാവാം സൗത്ത് കൊറിയയ്ക്ക്. അപ്പൊ ഹസ്ബൻഡിന്റെ മരണത്തിന് ഒരു വിലയില്ല, അത് മറന്നിട്ട് അമേരിക്കയായിട്ട് കൂട്ടാവാനാണ് ഈ പ്രസിഡന്റിന്റെ പ്ലാൻ. എന്നാൽ ഹീറോയിൻ ഇത് ഇഷ്ടപ്പെടത്തില്ല. ഇവർ കൂടെ നിന്ന് ചതിച്ചെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളുടെ കണ്ണീന്ന് കണ്ണുനീരൊക്കെ വരാൻ തുടങ്ങും. നല്ലൊരു കൂട്ടുകാരിയായിരുന്നു, എന്നാൽ പൊളിറ്റിക്കൽ വശം വന്നപ്പോൾ ഇവർ ചതിച്ചു. അത് ഹീറോയിന് മനസ്സിലായി. ഹീറോയിനോട് ഇതിനകത്ത് ഇടപെടാൻ പാടില്ല, 24 മണിക്കൂറിനകം രാജ്യം വിട്ടു പൊയ്ക്കോളാൻ പറയും. ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇത് പറഞ്ഞു തീരുമ്പോൾ കാറ് ഈ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ എന്തോ നടക്കുകയാണ്, ഈ പ്രസിഡന്റ് ചെല്ലാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ഫംഗ്ഷൻ ആണ്. എന്നാൽ ഹീറോയിൻ പോകുന്നില്ല. ഹീറോയിൻ കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് ആ കാറിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടോ ഓടും. ഈ പ്രസിഡന്റിന്റെ കൂടെ ഇനി നിൽക്കാൻ പറ്റത്തില്ല, അവര് ചതിച്ചതാണ്. ചതിച്ചത് മീൻസ് അവരവരുടെ രാജ്യത്തിന്റെ കാര്യമാണ് നോക്കുന്നത്. ഒരു ജീവൻ അവർക്ക് ഇമ്പോർട്ടന്റ് അല്ല. അമേരിക്കയായിട്ട് കണക്ഷൻ വെക്കുകയാണെങ്കിൽ കുറെ അധികം ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടും, അറിയാലോ. അതുമല്ല നോർത്ത് കൊറിയ അവർ ആക്രമിക്കും, അമേരിക്ക ഉണ്ടല്ലോ, അതിന് കൂട്ടു നിൽക്കാനായിരിക്കും അവരുടെ പ്ലാൻ. ഈ നേരം ഹീറോ ബോട്ടല്ല ഷിപ്പ് കയറി ഒരു സ്ഥലത്ത് വരും. ചൈനയാണ്. നോർത്ത് കൊറിയയിൽ യുദ്ധം നടക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശീനെ രക്ഷിച്ച് ചൈനയിൽ കൊണ്ടുവരണം, അതാണ് ഇവന്റെ പ്ലാൻ. അതുകൊണ്ട് തന്നെ ചൈനയിൽ വന്നിട്ട് ഒരാളെ വന്ന് കാണും. അയാൾക്ക് കുറച്ച് പൈസ കൊടുത്താൽ ഇയാള് കടൽ മാർഗം അപ്പുറം എത്തിക്കും നോർത്ത് കൊറിയയിലോട്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശീനെ പോയി വിളിച്ചോണ്ട് വരാൻ പറ്റും. അതിനാണ് പൈസ കൊടുക്കുന്നത്. പൈസ കൊടുത്ത് നേരെ ഇവരൊരു കാട്ടിൽ വരും അപ്പുറം കടക്കാനായിട്ട്, നോർത്ത് കൊറിയയിലോട്ട് പോകാനായിട്ട്. അവിടെ ചെല്ലുമ്പോൾ ആ കടൽ ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. ക്രോസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും പട്ടാളക്കാർ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നടുക്കോട്ട് പോയ ഒരു ഫാമിലിനെ തന്നെ അവർ വെടിവെച്ച് കടലിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്തൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ അത് നിലവിളിക്കുകയാണ്. ഇത് കണ്ട് ഹീറോയ്ക്ക് ആകെ ദേഷ്യവും. അവന്മാര് ഹീറോനെ അപ്പുറം കടത്താന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഇത് കാരണം അപ്പുറം കടക്കാൻ പറ്റത്തില്ല, കാരണം പട്ടാളക്കാർക്ക് അവിടെ കാവല് നിൽക്കാണ്. ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് അവന്റെ കുത്തിന് പിടിക്കും. പക്ഷെ പിടിച്ചിട്ട് കാര്യമില്ല. ഈ നേരെ ഹീറോയിനെ കാണിക്കുകയാണെങ്കിൽ ഹീറോയിൻ ഓടി നേരെ വന്ന് കാണുന്നത് അമ്മായിയമ്മയാണ്, ഹസ്ബൻഡിന്റെ അമ്മേനെയാണ്. അമ്മ നേരത്തെ ഹീറോയിനെ കല്യാണം കഴിക്കാനായിട്ട് മോനെ സമ്മതിക്കത്തില്ലായിരുന്നു. മോനോട് ഹീറോയിനെ കല്യാണം കഴിച്ചാൽ അവനോട് പിന്നെ മിണ്ടത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും മിണ്ടി, കാരണം ഹീറോയിൻ അത്രയും കഴിവുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഇവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഇവളുടെ കഴിവ് കാരണം ഹസ്ബൻഡ് ഒരുപാട് കയറി വന്നിട്ടുണ്ട്. ഇവള് പഠിക്കുന്ന കാലത്തെ പൊളിറ്റിക്കൽ പാർട്ടിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമേരിക്കയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവള് പഠിക്കുന്ന റൂമിൽ തന്നെ കൊറിയന്റെ ഫ്ലാഗ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്
ഉണ്ടായിരുന്നു. അതിനർത്ഥം ഇവള് ചെറിയ പുള്ളിയൊന്നുമല്ല, വലിയൊരു പുള്ളിയാണ്. അമ്മയ്ക്ക് ഇവളെ പറ്റി അന്വേഷിച്ചപ്പോൾ പിന്നെ കുറേയൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് സമ്മതിച്ചു. ഇതൊക്കെയാണ് സംഭവം. ഈ ഓരോ പ്രൂഫായിട്ട് അവളെ എടുത്ത് കാണിക്കും. ഹീറോയിന്റെ അമ്മ ഹീറോയിനെ വളർത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പല ജോലി മാറി മാറി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഹീറോയിൻ സാധാരണ ഒരു പെൺകുട്ടി ആയിരിക്കത്തില്ല, കഴിവുള്ള പെൺകുട്ടിയാണ്, അവരുടെ കുടുംബത്തിന് യോജിച്ച പെൺകുട്ടിയാണെന്ന് പിന്നീടാണ് ഈ അമ്മയ്ക്ക് മനസ്സിലായത്. അമ്മ അതുകൊണ്ട് തന്നെ പിന്നെ മോൻ ഹീറോയിനെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതിച്ചു. ഇതാണ് സംഭവം. ഇപ്പൊ ഹീറോയിൻ ഇവിടെ വന്നേക്കുന്നത് വേറൊന്നും ചോദിക്കാനല്ല, അവൾക്ക് പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കണം, അത് ചോദിക്കാനായിട്ട്. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. അവളെ പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കാൻ അനുവദിച്ചാൽ ഹസ്ബൻഡ് ഇവളുടെ മേൽ എഴുതി വെച്ചേക്കുന്ന എല്ലാ സ്വത്തുക്കളും, എല്ലാ അസറ്റും, അത്രയും കോടി രൂപയുടെ പൈസ ഇവർക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറയും. പക്ഷെ വേറൊരു ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ, ബ്രദർ ഇല്ലേ, ആ ബ്രദറിനെ നാട് കടത്തണം, 24 മണിക്കൂറിനകം ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. അതുമല്ല, അവൻ പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനം പിൻവാങ്ങണം. ഇതാണ് ഹീറോയിന്റെ ഡിമാൻഡ്. ഹീറോയിന് പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കണം. അവള് മത്സരിച്ചാൽ, അവള് പ്രസിഡന്റ് ആയാൽ ഈ യുദ്ധം അവളെ കൊണ്ട് നിർത്താൻ പറ്റുമായിരിക്കും, അറിയില്ല. എന്തായാലും ഇതൊക്കെയാണ് അവളുടെ പ്ലാൻ. അമ്മയോട് പ്രസിഡന്റ് ആകണമെന്ന് പറയും. സ്വത്തുക്കളെല്ലാം തിരിച്ചു കിട്ടാൻ പോയില്ലേ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് 100 200 അല്ല, 1000 മണ്ടയിലോ 10 10,000 മണ്ടയിലാണ്. ഇവർ അത്രയും സാമ്പത്തികമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന കുടുംബമാണ്. അതുകൊണ്ട് തന്നെ അമ്മ ഇതിനെ സമ്മതിക്കും. അവർ രണ്ടുപേരും കൈ കൊടുക്കും. ബ്രദർ ഹീറോയിനെ ഇവിടെ നിന്ന് പെട്ടി കെട്ടിക്കാൻ നോക്കിയപ്പോൾ ഹീറോയിൻ നേരെ തിരിച്ച് കളിച്ച് അവനെ പെട്ടി കെട്ടിക്കാൻ പോവാണ്. അമ്മ പറഞ്ഞാൽ പിന്നെ മാർഗമൊന്നുമില്ല ബ്രദറിന്, അതൊക്കെ അത്രേ ഉള്ളൂ. ഈ നേരം ഹീറോ ആ കടൽ തീരത്ത് നിൽക്കാണ്. അവനത് ക്രോസ് ചെയ്യണോ വേണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ക്രോസ് ചെയ്ത പട്ടാളക്കാർ അവനെ ഉപദ്രവിച്ച് കൊന്നുകളയും. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ആലോചിക്കുകയാണ്. പള്ളിയിലച്ഛനെയും ഹീറോയിനും പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട്. പള്ളിയിലച്ഛന്റെ ജീവൻ ത്യാഗം ചെയ്തത് എന്തിനാണ്? രാജ്യത്ത് യുദ്ധം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഈ പള്ളിയിലച്ഛനും ഹീറോയിന്റെ ഹസ്ബൻഡുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പള്ളിയിലച്ഛനെ കൊന്നു കളഞ്ഞത്. പള്ളിയിലച്ഛനും അറിയായിരുന്നു ഇത് കണക്ക് യുദ്ധം നടക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെയാണ് ഹീറോനോട് നോർത്ത് കൊറിയയിൽ പോയി മുത്തശ്ശിനെ മാറ്റാൻ പറഞ്ഞത്, അവന്റെ ഫാമിലിനെ അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞത്. പക്ഷെ എന്താ കറക്റ്റ് സംഭവം എന്ന് ഹീറോനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. മനസ്സിലായോ? പക്ഷേ പള്ളിയിലച്ഛൻ ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെ കുറെ ആൾക്കാർ വന്ന് പള്ളിയിലച്ഛനെ കൊന്നു കളഞ്ഞു. ഇതാണ് അവിടെ നടന്നത്. ഇപ്പൊ പള്ളിയിലച്ഛനെയും ഹീറോയിനെയൊക്കെ ആലോചിച്ചിട്ട് ഹീറോയിനും ഇത് നിർത്താനായിട്ട് അവളുടെ പരമാവധി ശ്രമിക്കാന്ന് പറഞ്ഞിട്ടല്ലേ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആലോചിച്ചിട്ട് ആരോ ഫോൺ വിളിച്ച് പറയും, ഞാൻ ഹീറോയിനെ സംരക്ഷിച്ചോളാം, നിങ്ങൾ പറഞ്ഞ കണക്ക് ഞാൻ ഹീറോയിന്റെ പിന്നാലെ തന്നെ കാണുമെന്ന്. ഹീറോയിനെ നോക്കിക്കൊള്ളണമെന്ന് ആരോ ഫോൺ വിളിച്ച് പറഞ്ഞില്ലായിരുന്നു അന്ന്? അത് ആരാണെന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ അവരെ തിരിച്ചു വിളിച്ചിട്ട് ഹീറോയിനെ അവൻ പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് പറയും. ഇതും കാണിച്ചുകൊണ്ട് രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്നാ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാ പിന്നെ ഓക്കെ, ബൈ.